നമസ്കാരം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ജർമ്മനിയിൽ ഇൻഫ്ലേഷൻ കുറയുന്നു, യൂറോപ്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമാകുന്നു. ഫെബ്രുവരിയിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ, ബവേറിയ, ലോവർ സാക്സണി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇൻഫ്ലേഷൻ 1.8-1.9% കുറഞ്ഞു. ദേശീയ തലത്തിൽ 2.1% തുടരുമെന്നാണ് പ്രതീക്ഷ. യൂറോപ്യൻ ഷെയറുകൾ 8-ാം മാസവും ഉയർന്നു. സ്റ്റോക്ക് 600 റെക്കോർഡിനടുത്ത്. പ്രത്യേകിച്ച് ചൈന, ഇന്ത്യ, UK എന്നിവിടങ്ങളിലേക്കുള്ള എക്സ്പോർട്ടുകൾ കൂടുതൽ ശക്തമായതായി റിപ്പോർട്ടുകൾ. UKയിൽ സാമ്പത്തിക വളർച്ച ശക്തി കാണിക്കുന്നു. ഫെബ്രുവരി ഫ്ലാഷ് PMIകൾ പ്രകാരം UKയിലെ ബിസിനസ് ആക്ടിവിറ്റി 22 മാസത്തെ ഉയർന്ന നിലയിൽ. FTSE 100 ഈ വർഷം 7.6% ഉയർന്നു. യൂറോപ്പിലെ മികച്ച പ്രകടനങ്ങളിലൊന്ന്. യൂറോ സോണിലും PMI വളർച്ച കാണിക്കുന്നു. ജർമ്മനി 50.7ലേക്ക് തിരിച്ചുവരവ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഈ ആഴ്ചയിലെ പ്രകടനം നോക്കാം. ഈ വാരം ബെയറുകൾ താഴ്ചയിലേക്കുള്ള പ്രവണത ശക്തമായിരുന്നു. ബജറ്റിനു ശേഷമുള്ള നേട്ടങ്ങൾ പലതും നഷ്ടപ്പെട്ടു. പ്രധാന ഇൻഡെക്സുകൾ ശരാശരി 1.52% താഴ്ന്നു. വിശദാംശങ്ങൾ കാണാം. 1. സെൻസെക്സ് ആൻഡ് നിഫ്റ്റി ക്ലോസിംഗ് 1 ഇടിവ്. ഫെബ്രുവരി 27 വെള്ളി സെൻസെക്സ് 961 പോയിന്റുകൾ 1.17% ഇടിഞ്ഞ് 81,287 അവസാനിച്ചു. നിഫ്റ്റി 1.25% താഴ്ന്ന് 25,179 ക്ലോസ് ചെയ്തു. ഏകദേശം ഒരു മാസത്തെ താഴ്ന്ന നിലവാരം. ആഴ്ചയിൽ മൊത്തം സെൻസെക്സ് ഏകദേശം 1.8% ഇടിഞ്ഞു. നിഫ്റ്റി 1.5% താഴ്ന്നു. ഇത് 2026-ലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആഴ്ചതോറുമുള്ള ഇടിവാണ്. വിദേശ നിക്ഷേപകരുടെ FII തുടർച്ചയായ വിൽപ്പന, US ഇറാൻ ടെൻഷൻ, AI-യുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിലെ ദുർബലത എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. നിഫ്റ്റി 200 ദിവസ മൂവിംഗ് ശരാശരിക്ക് താഴെയായി. യൂണിയൻ ബജറ്റ് 2026-ന് ശേഷമുള്ള എല്ലാ നേട്ടങ്ങളും ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഗ്ലോബൽ മാർക്കറ്റുകളിലെ ദുർബലതയും ഈ മാറ്റത്തിന് കാരണമായിട്ടുണ്ടെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ആഴ്ചയിൽ IT സെക്ടർ ചെറിയ റിക്കവറി കാണിച്ചെങ്കിലും ഫെബ്രുവരിയിൽ നിഫ്റ്റി IT 19% ഇടിഞ്ഞു. 2008 സെപ്റ്റംബർ മുതലുള്ള ഏറ്റവും മോശം മാസപ്രകടനമാണിത്. ബാങ്കിംഗ്, റിയൽറ്റി, മെറ്റൽ, ഓട്ടോ, FMCG, എനർജി സെക്ടറുകൾ 1-2% വീതം താഴ്ന്നു. ബാങ്ക് നിഫ്റ്റി 1% ഇടിഞ്ഞു. ICICI ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് വലിയ ഡ്രാഗുകൾ. അടുത്ത ആഴ്ചയിലേക്കുള്ള പ്രതീക്ഷകൾ. മാർക്കറ്റ് ഇപ്പോൾ കൺസോളിഡേഷൻ ഘട്ടത്തിലാണ്. ഗ്ലോബൽ സൂചനകൾ, FII ഫ്ലോകൾ, GDP ഡാറ്റ, ട്രേഡ് ഡീലുകൾ എന്നിവ നിർണായകമാകും. 25,300-ന് മുകളിൽ തിരിച്ചുവരവ് വേണമെങ്കിൽ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറുകളിൽ ബയിങ് വേണം. എന്നാൽ ദീർഘകാലത്തിൽ ഇന്ത്യൻ ഇക്കോണമി ശക്തമാണെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര ട്രേഡ് ആൻഡ് മാർക്കറ്റ് അപ്ഡേറ്റുകൾ. US ഇന്ത്യ ട്രേഡ് ഡീൽ റീച്ച് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ 50% ടാരിഫുകൾക്ക് ശേഷം. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ടെക് വോളറ്റിലിറ്റി. NVIDIA റിസൾട്ടുകൾക്ക് ശേഷം പുൾ ബാക്ക്. എന്നാൽ ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ, UK എന്നിവിടങ്ങളിൽ റെക്കോർഡ് ഹൈകൾ. യൂറോപ്യൻ എക്സ്പോർട്ടുകൾ ഇന്ത്യയിലേക്ക് 14.5% ഉയർന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി ബുക്കർമാൻ ബിസിനസ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്ഡേറ്റ് ആകാം. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.